ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫെവിക്കോൾ വെച്ചിട്ട് പല ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു 5 പെറ്റൽസാണ് എടുത്തിരിക്കുന്നത്. ഇനി വലിപ്പം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അതല്ല ചെറുതായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പെറ്റൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി 2 വീഡിയോസിലിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കയറി കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ 4 പെറ്റൽസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, എന്നിട്ടൊരു പൂവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് മറ്റൊരു പെറ്റൽസ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഒരു ബീഡ്സ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഉള്ളൂ നല്ലൊരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. നമ്മുടെ വൈറ്റ് കളറിലെ ബീഡ്സ് ഒട്ടിച്ചാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നടുഭാഗത്തേക്കായിട്ട് നമ്മൾ ബീഡ്സ് വെച്ച് ഒട്ടിച്ച പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. എത്രയോളം ഫ്ലവേഴ്സ് വേണം അത്രയും തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് തണ്ടുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിരിക്കുന്നതാണ്. ഇനി ടിഷ്യൂ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അതാണേലും എടുത്താൽ മതി. ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് പേപ്പർ വെച്ചിട്ട് ലീഫുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോട്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് തണ്ടുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും ഒട്ടിക്കാം. വള്ളികളായിട്ട് ഒട്ടിക്കാം, അതല്ല ഒരു ചെടിയുടെ ഷേപ്പിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഓരോ തണ്ടുകളായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇത്തിരി പ്രയാസം ഉണ്ട് ഒട്ടാൻ, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുറേയധികം തണ്ടുകളോടെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് എക്സസ് എമൗണ്ട് പശ എടുക്കാതെ കുറച്ച് പശ എടുത്തിട്ട് ചെയ്യണം. എന്നാലും നമുക്ക് നന്നായിട്ട് ഒട്ടി കിട്ടും പെട്ടെന്ന് തന്നെ. ഒരുപാട് എക്സസ് എമൗണ്ട് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടാത്തത്. അപ്പോൾ കുറച്ച് എമൗണ്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ തണ്ടുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സും ലീഫുകളും എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൂക്കൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
നിങ്ങൾ നമ്മുടെ പൂക്കളുടെ നടുഭാഗത്തേക്കായിട്ട് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി വലിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് അറിയണ പോലുമില്ല. കാരണം ഇത്തിരി വലിയ ഫ്ലവേഴ്സ് അല്ലേ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഫെവിക്കോൾ വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സിനും. നല്ല ഭംഗിയുണ്ട്. വാർണിഷൊന്നും അടിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്നാലും നമ്മുടെ ബോട്ടിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനിടയിലേക്കെല്ലാം ലീഫുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പേപ്പറിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലീഫിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലീഫിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ലീഫ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഫെവിക്കോളിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ അതിരുന്നോളും. നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ലീഫ് ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ കൊണ്ട് ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ഇതാ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ഇനി വാർണിഷൂടെയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.